ഹലോ, ഞാൻ അജാതൻ ചേർത്തല. എല്ലാവർക്കും അജാതായനത്തിലേക്ക് സ്വാഗതം. വളരെ നാളുകളായി നമ്മൾ പരസ്പരം കണ്ടിട്ട് കഥയും കവിതകളുമായി നിങ്ങളോടൊത്ത് ചേരുവാൻ സാധിക്കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. ഫ്രഞ്ചിൽ ഒരു ഉദ്ധരണിയുണ്ട്. അവനവൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഉദ്ധരണി. ഞാനും ആ ഉദ്ധരണി ഏറ്റുപറയുകയാണ്. മിയ കൂൾപ്പ, മിയ കൂൾപ്പ, മിയ മാക്സിമ കൂൾപ്പ. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ മാത്രം പിഴ. ഇനിയും തുടർന്നും നമുക്ക് കഥയും കവിതകളും സംഭവങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു. എല്ലാവർക്കും എൻ്റെ കഥയിലേക്ക് സ്വാഗതം. 2017 എൻ്റെ ഒരു കഥ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് ആ കഥ എങ്ങനെയോ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. കഴിഞ്ഞ ദിവസം അതെനിക്ക് തിരികെ കിട്ടി. അതിൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ്, ആ കഥ നിങ്ങളോട് പറയുവാനാണ്, അതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത്. എല്ലാവർക്കും ആ കഥയിലേക്ക് സ്വാഗതം. കഥ അയാൾ ഞാനും. ഉഷ്ണം അസഹനീയമായപ്പോൾ ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ജനലിൻ്റെ ഒരു പാളി തുറന്നിട്ടു. വായുവിൻ്റെ ഒരു കൊച്ചല ആശ്വാസ സാമീപ്യം പോലെ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഒപ്പം ഒരു നിലാപ്പകർച്ചയും. ഞാൻ ജനലിന് അഭിമുഖമായി തിരിഞ്ഞ് കിടന്ന് ആകാശത്തേക്ക് നോക്കി. നിറ പൗർണമി തിളച്ചുമറിഞ്ഞൊഴുകിപ്പരുന്ന പാൽ പോലെ ഭൂമി മുഴുവൻ. ആകാശത്ത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നക്ഷത്രങ്ങൾ. നീലവിരിപ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട സുവർണ്ണ മലരുകൾ. ഇത്ര മനോഹരിയായ ഒരു രാത്രിയായിരുന്നു ഞാൻ വാതിൽ ചാരി പുറത്ത് നിർത്തിയിരുന്നത്. എഴുന്നേറ്റ് വാതിലുകളും ജനലുകളും തുറന്നിട്ടു. നിലാവെളിച്ചം മന്ദഗാമിയായ ഒരു നർത്തകിയെപ്പോലെ മുറിക്കുള്ളിൽ പദവിന്യാസം നടത്തി. ഏതോ അജ്ഞാത സുന്ദരിയുടെ ലോലലോലമായ വസ്ത്രാഞ്ചലം പോലെ വെൺമേഘങ്ങൾ ചന്ദ്രികയെ തഴുകി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. എത്ര നേരം അങ്ങനെ കിടന്നോ ആവോ. മുഖത്ത് ഒരു നിഴൽ വീണ പോലെ. ഞാൻ കണ്ണു തുറന്നു. ജനലിന് മുന്നിൽ ഒരാൾ. തെന്നുമാറാൻ അവസരം കിട്ടുന്നതിന് മുന്നേ അയാൾ എൻ്റെ കൺവട്ടത്തായി കഴിഞ്ഞിരുന്നു. ഞാൻ ക്ഷണിച്ചു, വരൂ, അകത്തേക്ക് വരൂ. മടിച്ച അത്ഭുതത്തോടെ അയാൾ എന്നെ തന്നെ നോക്കി നിന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, വന്നോളൂ, കണ്ടില്ലേ, വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. അയാൾ മടിച്ച് അകത്തേക്ക് വന്നു. ഇരിക്കൂ, കസേര ചൂണ്ടി ഞാൻ പറഞ്ഞു. ഇരുന്നു കൊണ്ട് അയാൾ മുറിയാകി സസൂക്ഷ്മം നോക്കിക്കൊണ്ടേയിരുന്നു. ആ മുഖത്ത് അജ്ഞാതമായൊരു വിഷാദച്ഛവിയുണ്ടോ? നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഘനീഭവിച്ച ആ നിമിഷങ്ങൾക്കൊരയവ് വരുത്തുവാൻ ഞാൻ തുടർന്നു. ഇത്ര മനോഹരിയായ ഒരു നിശീതം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അണിഞ്ഞൊരുങ്ങിയ നവവധുവിനെ പോലെ, ആദിരാവിൻ്റെ ഉന്മാദഭാവങ്ങളിൽ ഒലഞ്ഞ ലജ്ജാവതിയെപ്പോലെ. നിങ്ങളൊരു കവിയെപ്പോലെ സംസാരിക്കുന്നു, അയാൾ പറഞ്ഞു. ഒന്നോർത്താൽ ആരാണ് ഈ സാഹചര്യത്തിൽ കവികളായി തീരാത്തത്? നിങ്ങളാണെങ്കിലോ? എനിക്ക് മുന്നിൽ രാത്രി മാത്രമേയുള്ളൂ. നിങ്ങളുടെ സൗന്ദര്യഭാവങ്ങളൊന്നും എന്നെ സ്പർശിക്കുന്ന വിഷയമേ അല്ല. ശരി, അതൊക്കെ പോട്ടെ. ആരാണോ നിങ്ങൾ? എന്താണ് നിങ്ങളുടെ പേര്? ഒട്ടൊരു നിമിഷം മൗനമായിരുന്ന് പിന്നെ അയാൾ തന്നോടെന്ന പോലെ പറഞ്ഞു, കള്ളൻ. ഒരു കള്ളൻ്റെ പേരിന് ഇപ്പോഴെന്താണ് പ്രസക്തി? ആ, നിർഭാഗ്യവാനായ കള്ള, നിങ്ങൾക്കിവിടെ നിന്ന് എന്താണ് എടുക്കാനാവുക? ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും പറഞ്ഞു, എന്നാലും ചെറിയൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ട്. ഈ വർഷം എൻ്റെ കവിതാ സമാഹാരത്തിന് ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. അതാ ആ മേശവലിപ്പിലുണ്ട്. പൂട്ടിയിട്ട് പോലുമില്ല, എടുത്തുകൊള്ളൂ. രൂപയിൽ കുറവുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കവിയാണല്ലേ? ചുണ്ടിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന ചിരിയോടെ അയാൾ തുടർന്നു. കൊള്ളാം. ഒരു കള്ളൻ യഥാർത്ഥ ലോകത്തിലും മറ്റൊരു കള്ളൻ സാഹിത്യ ലോകത്തിലും വ്യാപരിക്കുന്നു. എന്ത്, കവികളൊക്കെ കള്ളന്മാരാണെന്നോ? ഒട്ടൊരു ഈർഷ്യയോടെ ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ പ്രതിയേർത്തു പറഞ്ഞതല്ല ഹേ, സാഹിത്യ ലോകത്തെ പൊതുവിൽ പറഞ്ഞതാ. ടാഗോറിൻ്റെ കൃതിയിൽ നിന്നുപോലും മോഷണം നടത്തിയ ഒരു മഹാനുഭാവനെക്കുറിച്ച് നിങ്ങൾക്കറിവില്ലെന്നാണോ? ആവോ, ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലും വ്യഥകളിലും ജീവിക്കുന്നവനാണ്. എൻ്റെ മൂശയിലെ ചിന്തകൾ എൻ്റേന്ന് മാത്രവുമാണ്. ദേഷ്യം എന്നിൽ നുരയിടാൻ തുടങ്ങിയിരുന്നു. അതൊക്കെ പോട്ടെ. ഇവിടെ അതൊന്നുമല്ലല്ലോ പ്രശ്നം. മോഷണമല്ലേ? എന്തിനു മോഷണം?
അതാ ആ അലമാരയിലുണ്ട്, പൂട്ടിയിട്ട് പോലുമില്ല, എടുത്തുകൊള്ളുക. അവിടെയുണ്ടല്ലോ പ്രശ്നം, അയാൾ പറഞ്ഞു. സംശയത്തോടെ ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. പൂട്ടിയ വാതിലും അലമാരയും ഭേദിക്കാതെ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ശ്വാസഗതി പോലും അറിയാതെയാവണം മോഷണം. ഇവിടെ അതിന് തീരെ സാധ്യതയില്ലല്ലോ, അയാൾ പറഞ്ഞു നിർത്തി. ഞാൻ നിങ്ങളുടെ ജോലി കുറയ്ക്കുകയല്ലേ ചെയ്തത് ഹേയ്, ഞാൻ പറഞ്ഞു. അല്ല, ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ആയിരിക്കാം. അതിന് ഞാനിപ്പോൾ എന്താണ് ചെയ്യുക? വാതിലുകളും ജനലുകളും മേശകളും പൂട്ടാം, ഉറക്കം നടിച്ചു കിടക്കാം. എന്നാലോ? അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ കവികൾ യഥാർത്ഥത്തെ കാണാത്തവരാണ്, ഞങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നവർ. ഉറക്കം നടിച്ച് എല്ലാ പ്രവൃത്തികളും ഉള്ളാൽ അറിഞ്ഞുകൊണ്ട് കിടക്കുന്ന നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ എങ്ങനെയാണ് മോഷ്ടിക്കുക? അഥവാ അതിന് മോഷണമെന്ന് പറയാമോ? എൻ്റെ തൊഴിലും സത്യവും ബലികഴിക്കുവാനാണോ നിങ്ങൾ എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അതിനെനിക്കാവില്ല, ആ കള്ളൻ പറഞ്ഞു നിർത്തി. ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചു. എൻ്റെ ചോദ്യത്തെ അപ്രസക്തമാക്കി നിലാവിലേക്കിറങ്ങുന്ന അയാൾക്ക് പിന്നിൽ വാതിലുകളും ജനലുകളും ചാരി ഞാൻ കിടന്നു. എൻ്റെ കഥ അവസാനിക്കുകയാണ്. ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ ചാനലിലൂടെ നേരിട്ട് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അജാതൻ ചേർക്കല.